ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് വേണ്ടി തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞതിന് ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചോക്ലേറ്റ് ഇരുന്നത് കൊണ്ടും പിന്നെ വിപ്പിംഗ് ക്രീം ഈ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കാൻ. അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നന്നായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് പാല് മാത്രമാണ്. പാലും പഞ്ചസാരയും കൂടെ മാത്രമാണ്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ എടുത്തത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം നന്നായി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും നന്നായി കേക്കിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി സ്പാച്ചിൽ വെച്ച് കേക്കിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ക്രീം കിട്ടുന്നതിനായി ഐസിങ് ചെയ്ത് നന്നായി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടിൽ മിൽക്കും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് ചോക്ലേറ്റ് ഗനാഷും എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ കേക്കിൻ്റെ വണ്ടയിൽ വീത്തി കൊടുത്തതിന് ശേഷം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ എടുക്കാം. ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക ഇത് രണ്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നട്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. രാത്രിയാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ വാങ്ങാനായിട്ട് പോകാനും പറ്റൂലായിരുന്നു. പിന്നെ ചോക്കോ ചിപ്പൊന്നും ഇടാത്തത് ഈ ഗനാഷ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ റിച്ച് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ബാക്കി പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഗനാഷ് ഒഴിച്ച് നന്നായി കേക്കിൻ്റെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് ഇനി കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സ്പാച്ചിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വല്ല കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം വീട്ടിലത്തേക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലത്തേക്ക് ഒരു ഫംഗ്ഷൻ അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്, വെറുതെ ഒന്ന് കഴിക്കാൻ വേണ്ടി. അപ്പം ഭയങ്കര അലങ്കാരം അങ്ങനെയൊന്നും വേണ്ടല്ലോ. അതിന് ശേഷം ഞാനിവിടെ കേക്കിൻ്റെ മുകളിലിടുന്നത് കേക്ക് പൊടിച്ചത് തന്നെയാണ്. അപ്പം നല്ലൊരു രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടാണ് എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗനാഷും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ ഒന്നുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ, താങ്ക് യു.